LDF കൺവീനർ ശ്രീ EP ജയരാജനാണ് ദില്ലിയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നത്. ദില്ലിയിലെ നാളത്തെ കേരളത്തിൻ്റെ സമരം, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുന്ന ഒരു ഘട്ടത്തിൽ, ഏകോപിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കൺവീനർ സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് കർണാടകത്തിൻ്റെ സമരം നടക്കുകയാണ് ശ്രീ ജയരാജൻ. അപ്പോൾ അതിൽ വന്ന കോൺഗ്രസ് നേതാക്കൾ, ഇപ്പോൾ ഉപമുഖ്യമന്ത്രി ശിവകുമാർ, DK ശിവകുമാർ, MP മാർ എല്ലാവരും കേരളത്തിൻ്റെ ഒരു പൊതു സമരത്തെ, പൊതു നിലപാടിനെ അവർ പിന്തുണയ്ക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ പിന്തുണച്ചില്ലെങ്കിലും അതാണ് ഇന്ന് കണ്ടൊരു വലിയ സവിശേഷത. കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാറിൻ്റെയും അതുപോലെ തന്നെ ശ്രീ ജോർജ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെയും പ്രസ്താവനകൾ ഞാൻ ടെലിവിഷനിൽ കാണുകയുണ്ടായി. തീർച്ചയായും അവരുടെ പ്രസ്താവന സ്വാഗതാർഹമാണ്. ഇന്ന് ഓരോ സംസ്ഥാനത്തിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണത്. കേന്ദ്ര ഗവൺമെൻറ് ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും ഫെഡറൽ സംവിധാനത്തിനും എതിരെയുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് BJP ഇതര ഗവൺമെൻറ്റുകൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളോട് തികച്ചും നിഷേധാത്മകമായ, പ്രതികാരാത്മകമായ ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് BJP ഇതര ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തെ മാത്രമല്ല, ആ നാടിൻ്റെ ആകെ താല്പര്യങ്ങളെയും ഹനിക്കുന്നതാണ്. ഇതിന്ന് ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങാൻ വേണ്ടി പോകുന്നില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതേ മനോഭാവമാണ് BJP സ്വീകരിക്കുക. ഒരു സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും ഒരു പാർട്ടിക്കാരായിരിക്കില്ലല്ലോ. അപ്പോൾ BJPക്കാരല്ലാത്ത ജനങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളിൽ, BJPക്ക് വോട്ട് ചെയ്യാത്ത ജനങ്ങളുള്ള പ്രദേശങ്ങളിൽ ഇതേ മനോഭാവം അവർ പ്രകടിപ്പിക്കും. അതുകൊണ്ട് ഇന്ത്യൻ ജനതയ്ക്ക് മേലെയുള്ളൊരു കടന്നാക്രമണമാണിത്. ഈ കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കേണ്ടത് എല്ലാവരുടെയും ഒരു ചുമതലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തോട് കാണിക്കുന്ന ഈ വിവേചനപരമായ നടപടി, പ്രതികാരാത്മകമായ നടപടി, കേരളത്തിലെ ജനതയെ അവഗണിക്കുന്ന നടപടി, അതിനെതിരായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ നിവേദനങ്ങളും ആവശ്യങ്ങളും കാര്യങ്ങളുമെല്ലാം ബോധിപ്പിച്ചുവെങ്കിലും ഒരു ശരിയായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായി. ഇതുതന്നെയാണ് പ്രസംഗിച്ചപ്പോൾ DK ശിവകുമാറും പറഞ്ഞത്. ഞങ്ങൾ നിരന്തരം പ്രധാനമന്ത്രിയെ കാണുന്നു, ധനകാര്യമന്ത്രിയെ കാണുന്നു, നിവേദനങ്ങൾ കൊടുക്കുന്നു, പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ദ്രോഹിക്കുന്നു. അതേസമയം കേരളത്തിൻ്റെ ഈ സമരത്തെയും മറ്റും അവർ പിന്തുണയ്ക്കാൻ മടി കാണിക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും പ്രതിപക്ഷ നേതാവിനും വലിയൊരു തിരിച്ചടിയാണോ? കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന അവിടുത്തെ പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ അവിടുത്തെ KPCC പ്രസിഡൻറ്റിൻ്റെയും നിലപാടുകൾക്കെതിരായിട്ടുള്ള ഒരു വികാരം തന്നെയാണ് കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ പ്രകടിപ്പിച്ചത്. കേരളത്തിലെ കോൺഗ്രസ്സിന് എന്ത് സംഭവിച്ചു? അവർ തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ്. അവർക്ക് ഇടതുപക്ഷ വിരുദ്ധ അവസ്മാരമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അവർ കാര്യത്തിലെടുക്കുന്നില്ല. ജനതാൽപര്യങ്ങൾക്ക് വേണ്ടി അവർ നിലപാട് സ്വീകരിക്കുന്നില്ല. അത് കേരളത്തിലെ കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ജനങ്ങളിൽ നിന്ന് കടുത്ത തിരിച്ചടി അവിടുത്തെ UDF നേരിടേണ്ടി വരും. അതാണ് ഇന്നത്തെ ദേശീയ പശ്ചാത്തലത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഡൽഹിയിൽ കർണാടക ഗവൺമെൻറ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി വന്നുകൊണ്ടുള്ള സമരം നടക്കുന്നു. അതിനെതിരായിട്ട് അവിടുത്തെ BJPക്കാർ ഇവിടെ വന്ന് കേന്ദ്ര ഗവൺമെൻറ്റോടാണ് പറയേണ്ടത്. അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിനെ സഹായിക്കാനും അവിടുത്തെ ജനങ്ങളെ സഹായിക്കാനും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരിവിടെ വന്ന് ചെയ്യേണ്ടത് അർഹതപ്പെട്ട സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കൊടുത്ത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനാണ് BJP ഗവൺമെൻറ്റിനോടും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും ആവശ്യപ്പെടേണ്ടത്. അതിനു പകരം ഇവിടെ വന്ന് സമരത്തെ എതിർക്കാൻ പുറപ്പെട്ടാൽ അവർ അവിടെയും ഇനിയും കൂടുതൽ ഒറ്റപ്പെടും. അതാണ് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നന്ദി ശ്രീ EP ജയരാജൻ. താങ്ക് യു.